സാത്താൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഏൽക്കുന്ന പരാജയങ്ങളിൽ നിന്ന് ആത്മാവിനാൽ ഒരു ജയം എന്ന കണ്ടന്റിനകത്താണ് ഞാൻ നിൽക്കുന്നത്. കോട്ടകൾ നമ്മുടെ മനസ്സിനകത്ത് സങ്കല്പനങ്ങളിലൂടെ കൊണ്ടിടും. നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്ന, ശ്രദ്ധിച്ച എല്ലാവരും, നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്ന എല്ലാ ചിന്തകളും നമുക്കുള്ളതല്ല. അതിനെ ആരാഞ്ഞ് വിവേചിപ്പാനുള്ള ദൈവകൃപ ഉള്ളവരാണ് സഭ. ആമേൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ ചിന്തകളെയും പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടതല്ല. പത്രോസിൻ്റെ ലൈഫിലൊക്കെ അങ്ങനെ യേശുവുമായി ബന്ധപ്പെട്ടുണ്ടായ ചിന്തകളെ യേശു ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വേണ്ടി വന്നാൽ ആ ഭാഗങ്ങൾ ശുശ്രൂഷയിൽ എടുക്കും. അതുകൊണ്ട് ഇന്നലകളിൽ നമ്മുടെ മനസ്സിനേറ്റ ചിന്തകളുടെ പ്രവൃത്തി ഒരു പരാജയമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ ജയിക്കുവാനുള്ള ആത്മാവിൻ്റെ വാൾ ഇന്ന് രാവിലെ പുറപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, പുറത്തുള്ളവർക്കും ഒരുപോലെ പ്രയോജനത്തിന് കാരണമായി ഈ സന്ദേശത്തിൻ്റെ ദൂതുകൾ വരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയങ്ങളെ കേൾക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ലൈഫിനകത്ത് അനുവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ മുതലൊരു പാട്ടിൻ്റെ വരി എൻ്റെ വായിക്കകത്ത് കിടപ്പുണ്ട്. അത് ഈ ഒരു പ്രവചനത്തോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാനതൊരു പാടാൻ താല്പര്യപ്പെടുന്നില്ല. പാടിയാൽ അത് പാട്ടാകുമോ എന്നറിയത്തില്ല. അതുകൊണ്ടൊന്ന് പറയാം. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം, ചുമ്മാ ഒന്ന് കൈവച്ച, നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നീ മുൻപിൽ വിശാലവാതിൽ. ഈ പാട്ട് കേട്ടിട്ടില്ല? നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ കരുതൽ നീ പോലും അറിയാതെന്നിൽ. യഹോവ നിനക്കായി കരുതിയ കരുതൽ നീ പോലും അറിയാതെന്നിൽ. ആദ്യത്തെ വരി ഭയങ്കര ദൈവശക്തിയുള്ളൊരു ദൈവശബ്ദം തന്നെയാണ്. അനുഭവമുള്ള ഒരു ദൈവഭക്തന്റെ ലൈഫിനകത്ത് ദൈവം എഴുതിയ വരികളാണ്. നീ തകർന്നിടുവാൻ നോക്കി നിൽക്കുന്ന എല്ലാവരുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നതായിട്ടാണ് അവർ പിന്നീട് കാണുന്നത്. ഹല്ലേലൂയ. ഇനിയിപ്പം നിങ്ങൾ ദൈവവചനമായി ചിന്തിച്ചാൽ, അടഞ്ഞുകിടക്കുന്ന ചെങ്കടല് ആണ് ഫറവോനെ ഇവരെ നശിപ്പിക്കുവാൻ ഓടി വരും. അതിനപ്പുറത്തേക്ക് അവർക്ക് പോകുവാൻ കഴിയത്തില്ലെന്നാ. പക്ഷേ ഫറവോനും അവൻ്റെ സൈന്യവും കണ്ടത് ചെങ്കടൽ ഇസ്രായേലിന് വേണ്ടി തുറന്നതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വഴികളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സാത്താനോ ശത്രുക്കളായ ഏത് മനസ്സോ നിന്റെ മുമ്പിൽ ഒരു പരിഹാസവാക്കായി മുന്നോട്ട് വരാത്ത രീതിയിൽ പുതിയ വഴികളെ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഇന്നത്തെ പ്രവചന ശബ്ദത്തോട് ചേർന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ സാത്താന്യ സങ്കല്പനങ്ങളുടെ കോട്ടകളെ ഇടിക്കാൻ ദൈവത്തിന് ഈ പ്രവചന ശബ്ദത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് എല്ലാ നിരാശയും, എല്ലാ ഭയങ്ങളും, എല്ലാ തോൽവികളും ഇന്ന് പകല് അഴിഞ്ഞു മാറുമാറാകട്ടെ. വചനത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ്. നിങ്ങൾക്ക് വായിക്കും തോറും അതിനകത്തേക്ക്
ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന വെളിപ്പാടുകളുടെ സംഗ്രമങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ബൈബിൾ വാക്യങ്ങൾ ഓരോന്ന് തുറന്നു കൊണ്ടുവരുവാൻ, അഥവാ മറ്റ് പുസ്തകങ്ങളെയും മറ്റ് ബൈബിൾ ആശയങ്ങളെയും തുറക്കാൻ കഴിയുന്ന ഡോറുകൾ ഈ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാ പ്രേരിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം ചിന്തിക്കുമ്പം എൻ്റെ അകത്തൊരു ചോദ്യം ഉണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇത് ക്രിസ്റ്റോളജിയാണോ, ക്രിസ്തുശാസ്ത്രമാണോ ഇതിനകത്ത് പറയുന്നത്, അതോ പരിശുദ്ധാത്മാവ് ശാസ്ത്രമാണോ? ഈ രണ്ട് കാര്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇത് രണ്ടും ഇതിനകത്തുണ്ട്. അത് ഇൻബിൽറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുശാസ്ത്രം പറയുന്ന പുസ്തകങ്ങളെ അടുക്കടുക്കായി പഠിച്ച ഈ കൊലോസി ലേഖനം ക്രിസ്തുശാസ്ത്രം പറയുന്നു. പക്ഷേ വ്യത്യസ്തതയുണ്ട്. ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി, തിയോളജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ ചിന്തിക്കേണ്ട. ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച്, ക്രിസ്തുവിൽ വെളിപ്പെടുന്ന ശക്തിയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതൊക്കെയാണ് ക്രിസ്റ്റോളജി എന്നുകൊണ്ട് ആശയം ആക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തിപരമായി പറയുന്നത്, സഭയെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്നത്, മനുഷ്യനെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്ന, ഇതിനെ വ്യത്യസ്ത ഏകദേശം 10ഓളം സിസ്റ്റമാറ്റിക് തിയോളജികളായി തരം തിരിച്ചുകൊണ്ടാണ് പഠനങ്ങൾ നടക്കുന്നത്. ഞാനിത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. എങ്കിലും സ്വയമായി ഈ വിഷയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് തിരിയാൻ നേരത്ത് ഒരുപാട് ചിന്തകൾ പരിശുദ്ധാത്മാവ് നൽകി തരുവാനിടയായിത്തീരും. അങ്ങനെ വന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആശയം തുറക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ ആശയം ഒന്ന് പെട്ടെന്ന് പിടികെട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു കാര്യം പറയട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും ഒക്കെ അടങ്ങുന്ന ക്രിസ്തുശാസ്ത്രമുള്ള പുസ്തകങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം അങ്ങനെ ഒരു പുസ്തകമാണ്, പകുതി ഭാഗം. 3 സുവിശേഷങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങൾക്കകത്ത് ക്രിസ്റ്റോളജി കിടപ്പുണ്ട്. 4ാമത്തെ സുവിശേഷമാകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് അല്പം കൂടെ വിശാലമായ ഒരു തിയോളജിക്കൽ, ക്രിസ്തു ശാസ്ത്രപരമായ ആശയങ്ങൾ നമുക്ക് കിടക്കുന്നുണ്ട്. അതെല്ലാം വിട്ടുകളഞ്ഞാൽ, അത് ഡയറക്റ്റ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, വ്യക്തിപരമായി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വിട്ടിട്ട് നമ്മൾ കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സഭയ്ക്ക് അകത്തിരിക്കുന്ന, അഥവാ വിശ്വസിച്ച ഒരാളുടെ അകത്തിരുന്നു കൊണ്ട് ക്രൈസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഇതിങ്ങനെ വായിച്ചാൽ, ഈ ഒരു പദം നിങ്ങളുടെ ഉള്ളത്തിൽ ഇട്ടുകൊണ്ട് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെളിപ്പാടുകൾ അതിൻ്റെ ആഴങ്ങളിൽ തുറന്നു വരും. ആമേൻ. അവിടെ അതിനകത്തൊരു കാര്യമുണ്ട്. പ്രദർശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്റ്റ് അല്ല, പ്രദർശിപ്പിക്കപ്പെടുന്നത് സഭയാണ്. സ്തോത്രം പറ. ഹല്ലേലൂയ. അതാണ് ഞാൻ ഈ ചിന്ത മുന്നോട്ട് വെക്കാനുള്ളൊരു കാര്യം. ക്രിസ്തു ശാസ്ത്രമുണ്ട്, ക്രിസ്റ്റോളജി ഉണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പൗലോസ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സഭയെയാണ്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവും ഉണ്ട്. അപ്പൊ അവിടെ 3 ശാസ്ത്രം ഒരുമിച്ച് ചേരുന്നുണ്ട്. എന്താണ്? ക്രിസ്തുവിനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ പുറത്തു വന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരിലൂടെ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിനെയും പറയുന്നുണ്ട്. ആമേൻ, ആമേൻ. ഇതൊരു തിയോളജിക്കൽ സബ്ജക്റ്റിൽ നിന്ന് മാറ്റി ഒരു വ്യക്തിയുടെ അകത്തൂടെ വെളിപ്പെട്ടു വരുന്ന ദിവ്യ ശക്തിയുടെ പ്രദർശനത്തെ മാത്രമായി ചിന്തിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, അവൻ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകല് പൗലോസ് സഭയെ നോക്കി പറഞ്ഞൊരു കാര്യമാണ്, ആ സാധ്യത തെളിഞ്ഞു കിടക്കുകയാണ്. ആമേൻ. ആ ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്ന എല്ലാം വിശ്വസിക്കപ്പെട്ട ഒരാളിലൂടെ പ്രകടമായി വെളിപ്പെട്ടു വരേണ്ടതിനായി എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ട് കിടക്കനാൽ
സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഒടുവിൽ നിങ്ങൾ കർത്താവിലും പറഞ്ഞേ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. സഭ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഈ പകൽ വേണം. ഒടുവിൽ എന്നൊരു പദം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് കടന്നു പോകാൻ. എന്താണ് ഒടുവിൽ എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചാൽ, ചില പ്രവാചകന്മാർ ഈ പുസ്തകത്തെ നോക്കി വിളിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, തിയോളജിയന്മാരില്ല, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് ഇത് അന്ത്യകാലഘട്ടമായതുകൊണ്ട് ഈ വാക്യത്തിന് അല്പ പ്രാധാന്യതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദ എൻഡ് ഓഫ് ദ, നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലേ? ദ എൻഡ് ഓഫ് ദ ഏജിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് അമിത ബലം പ്രകടമായി വെളിപ്പെടുന്ന കാലഘട്ടമാണ്. സ്തോത്രം പറയണം, സ്തോത്രം പറയണം, സ്തോത്രം പറയണം. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന്, എൻ്റെ കൂടെ ഉണ്ടോ? യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് മഹാനിയോഗപ്രകാരം പുറത്തിറക്കിയ 12 ശിഷ്യന്മാരുണ്ട്. യൂദ കെട്ടി ഞാണ് ചത്തതിന് ശേഷമായി ആ സ്ഥാനത്തേക്ക് പത്രോസ് തെരഞ്ഞെടുത്ത ആളിനപ്പുറം ക്രിസ്തു തെരഞ്ഞെടുത്ത പൗലോസ് ഉൾക്കൊള്ളുന്ന 12 അപ്പോസ്തലന്മാരും അവരിലൂടെ പുറത്തു വന്ന സഭയും, ആമേൻ, അതിശക്തമായി ഈ ഭൂമിയിൽ ഒരു വൻ കാര്യങ്ങളുടെ തുടക്കം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഇന്നും ആൾക്കാർ നോക്കിക്കാണുന്നത് അതാണ് വലുതെന്നാണ്. ആമേൻ. അത് ചെറുതായിട്ട് ഞാൻ ഒട്ടും കാണുന്നില്ല. അതാണ് നമുക്ക് ഉൾപ്രചോദനമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു നഗ്നമായ സത്യം ഞാൻ പറയാം, അത് തുടക്കമാണ്, ഒടുക്കം അതിലും വലുതാണ്. എൻ്റെ കൂടെ നിങ്ങൾ വേണം, എൻ്റെ കൂടെ നിങ്ങൾ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആയിരുന്ന അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ വെളിപ്പെട്ടതിനേക്കാൾ വലുത്, ഹല്ലേലൂയ, യേശു മുന്നോട് സഭയെ നോക്കി പറഞ്ഞതാൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോസ്തലന്മാർ തുടക്കമിട്ടെങ്കിൽ തുടക്കത്തിനൊടുക്കത്തിൽ നിൽക്കുന്നവർ അതിലും വലുത് ചെയ്യുവാൻ കരങ്ങൾ അടിച്ച് ആ ദൂതിനെ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിനകത്തേക്ക് ക്ഷണിക്കാൻ താല്പര്യമുള്ളവർ, ഈ പട്ടണത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ മടി കാണിക്കരുത്. നിങ്ങളിലൂടെ അതിലും വലുത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ അത് എന്നിലൂടെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ കർത്താവ് തൃപ്തിപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കരങ്ങളിൽ നോക്കി ഇത് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത കരമാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരുന്നാൽ അസാധാരണമായ ഒരു ശക്തി നിങ്ങളുടെ റിവീലായി വരും. സാധ്യത തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രവാചകന്മാരുടെ നിയോഗം അതാണ്. ഹല്ലേലൂയ. ഇറ്റ്സ് എ ടൈം ഓഫ് ദ എൻഡ് ഓഫ് ദ ഏജ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിനകത്ത് നിങ്ങൾ ജനിച്ചതിൻ്റെ പിന്നിൽ, ആ കാലഘട്ടത്തിൽ നിങ്ങൾ ആ ദൈവശബ്ദം കേട്ടതിൻ്റെ പിന്നിൽ, ഈ കാലഘട്ടത്തിൽ, ഈ ഒടുവിലത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആ ദൈവശബ്ദത്തോട് പ്രതികരിച്ചതിൻ്റെ പിന്നിൽ, നിങ്ങളോട് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ദർശനങ്ങളും പ്രോമിസുകളും മുമ്പിലിട്ട് നിങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാക്കനുസരിച്ച് മുണ്ടക്കയം പട്ടണത്തിനും ഗ്രാമപ്രദേശത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ, ഈ ഒടുവിലത്തെ ശുശ്രൂഷകളുടെ മാറ്റൊലികൾ ദൈവത്താൽ നടത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. നല്ല ഹല്ലേലൂയ പറയണം ഈ പകൽ. ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഒരു പ്രൊഫറ്റിക്കൽ മേഖലയിൽ വിടണമെന്നാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷങ്ങൾക്കകത്ത് ഇന്നലകളിൽ വെളിപ്പെട്ട് കിടക്കുന്ന പ്രവചന ദൂതുകളെ ഉള്ളത്തിൽ തിരിച്ചറിയുന്നവർ സ്തോത്രം പറഞ്ഞതിനെ സ്വീകരിച്ചോണം. ഒരു മനസ്സിൻ്റെ അകത്തേക്ക് ദൈവം കൊടുക്കുന്ന ധൈര്യം വിശ്വാസമായി പരിണമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മിറക്കിൾ തുറന്നു വരും. ഞാൻ പറയുന്ന എത്ര പേർക്ക് കിട്ടുന്നുണ്ട്?
ഹല്ലേലൂയ. വെറുതെ ഒരു ആവേശമല്ലത്, വെറുതെ ഒരു ഹല്ലേലൂയ ഒരു ധൈര്യമല്ലത്. അതിൻ്റെ പിന്നിൽ ദൈവം അവൻ്റെ അകത്തിട്ടൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതുപോലെ ചിലത് നിനക്ക് ധൈര്യമായി ദൈവം തരുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രായഭേദമന്യേ നിങ്ങളുടെ അകത്ത് ആവേശം വെളിപ്പെടുകയും ആ ധൈര്യത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുകയും ചെയ്യുമ്പോൾ സഭ മുണ്ടക്കയത്ത് എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പറ, ഇനി പല കാര്യങ്ങൾക്ക് ഉത്തരം മുണ്ടക്കയത്തെ സഭകൾ പറയാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്വന്തമായി ഇപ്പം മുതൽ പറഞ്ഞു തുടങ്ങുക. പരിഹാരമില്ലെന്ന് പറഞ്ഞ ചില കുടുംബങ്ങൾക്ക് ഉത്തരമായി സഭ മുണ്ടക്കയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. അതിൽ നിങ്ങളൊരു പ്രധാന വ്യക്തിയായി ദൈവം കണ്ട ആളാണെന്ന തിരിച്ചറിവ് നിന്റെ അകത്ത് നിറയട്ടെ. കേവലം ഒരു ആവേശത്തിൻ്റെ പ്രസംഗമായി ഇത് തീരാതെ, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ദൈവ ഇഷ്ടത്തെ അനിവാര്യമായി വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾക്ക് പക്വത നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒന്നാമത് പറഞ്ഞ് പദം അവിടെ ഉപേക്ഷിക്കുകയാണ്, നിർത്തുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി ഒന്ന് തൊട്ടുപോകട്ടെ. ഇതൊരു പ്രവചന ശബ്ദമായി പ്രവാചകന്മാർ പറയുന്നു. ഹല്ലേലൂയ. ഈ എൻഡിൽ ഒരു ഉണർവിൻ്റെ കാറ്റുണ്ട്. അമിതബലം വെളിപ്പെടുന്ന, ഹല്ലേലൂയ, അമിതബലത്തെ വെളിപ്പെടുത്തുന്ന സമയമുണ്ട്. അതുകൊണ്ട് സഭ തിരിച്ചറിഞ്ഞിരിക്കണം, സഭ ധരിച്ചറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. യഹൂദാ ഗോത്രത്തിലെ സിംഹം നിങ്ങളുടെ ഉള്ളത്തിനകത്ത് ഉറങ്ങിക്കിടക്കല്ല, സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ. ഹല്ലേലൂയ. അവൻ്റെ അമിതബലത്തിൽ. ഹല്ലേലൂയ. ആരുടെ അമിതബലത്തിൽ? ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ച് ജീവിച്ച് കഴിച്ച ആഹാരം കൊണ്ടും ചെയ്ത എക്സസൈസ് കൊണ്ടും നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടായ പുഷ്ടിയുടെ ബലത്തെക്കുറിച്ചല്ല, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ പ്രാപിച്ചതുമായ കർത്താവിനും അവൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ, ഹല്ലേലൂയ. ഇനി അത് വാക്യം പ്രതി പറഞ്ഞാൽ, സാധാരണക്കാരനെന്ന് വിരൽ ചൂണ്ടി അപ്പനും അമ്മയും ആടുകൾ മേയ്ക്കുവാൻ വനാന്തരത്തിലേക്ക് വിട്ടവൻ നോക്കി നിൽക്കുമ്പോൾ അപ്പൻ്റെ ആടുകളെ കാർന്ന് തിന്നുവാൻ പിടിച്ചെടുത്ത, ഹല്ലേലൂയ, സിംഹത്തെ വലിച്ചു കീറുവാൻ ദാവീദിന്റെ ഉള്ളത്തിനകത്ത് ദൈവീട്ട അഭിഷേകത്തിനകത്ത് നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു വന്നതുപോലെ നിങ്ങളുടെ അകത്ത് ദൈവീട്ട അഭിഷേകം ഇരിപ്പുണ്ട്. ദാവീദ് അറിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രവാചകനായ അഭിഷിക്തൻ തൻ്റെ തലയ്ക്ക് മീതെ ഹല്ലേലൂയ തൈലക്കൊമ്പ് ചുരുട്ടി ഒഴിക്കുമ്പോൾ തന്നിലേക്ക് പകർന്നു കിട്ടിയത് കേവല എണ്ണ മാത്രമല്ല, അതൊരു അഭിഷേക തൈലമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ ഒന്ന് തുള്ളുകയോ ചാടുകയോ വീഴുകയോ ഒന്ന് ധൈര്യപ്പെടുകയോ കരയുകയോ ചെയ്തപ്പോൾ നിന്റെ മേൽ പറന്നിറങ്ങി വന്നൊരു ദൈവശക്തി വെറുതെ വന്നതല്ല, അതിൻ്റെ പിറകിലൊരു അഭിഷേകമുണ്ട്. അവൻ മുദ്രയിട്ടതിൻ്റെ മേലെല്ലാം പകർന്നിട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൻ്റെ അമിതബലത്തിനായി ആഗ്രഹിക്കുന്നവരുടെ മേൽ ഒരു ശക്തിയുടെ പുതുക്കം സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു പ്രവചന ശബ്ദം പറയുക. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ തയ്യാറാണെങ്കിൽ ആത്മാവിനോട് പറയുന്നു, ഒരു പുതിയ പുതുക്കം സഭയുടെ മേൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് ചിലതിനെ അടിക്കുന്നത് പോലെ നിനക്കും ചിലതിനെ അടിക്കാൻ, മോശ ചിലതിനെ അകറ്റുന്നത് പോലെ നിന്റെ മുമ്പിൽ എതിരേറ്റ് നിൽക്കുന്ന ചിലതിനെ അകറ്റി മാറ്റാൻ ഒരു പുതിയ പുതപ്പ് അഭിഷേകമായി നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. കരമടിച്ച് ആത്മാവിലെ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഇന്നലകളിൽ നിന്റെ അകത്ത് ഹല്ലേലൂയ മടുപ്പായി ഉയർന്ന സാത്താന്റെ സകല സങ്കൽപ്പനകളുടെ കോട്ടകളും ഈ ആത്മവാളിന്റെ മുമ്പിൽ അഴിഞ്ഞു മാറുമാറാകട്ടെ. ഒരു 10 നിമിഷം കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ഇങ്ങനെ ഒരു പകൽ നമുക്ക് നൽകി തന്ന കർത്താവ്, ഹല്ലേലൂയ, ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അനുവദിക്കുന്നത് വെറുതെയല്ല, മറിച്ച് അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചിലത് ഹൃദയത്തിനകത്തുനിന്ന് തുറന്നിടുകയാണ്. ഇല്ല, സമയം അതിക്രമിക്കാതെ നിനക്കെന്തോ ഒരു പ്രവൃത്തിയിലേക്ക് പോകേണ്ടതുണ്ട്.
കർത്താവിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായതിന്റെ ഭാഗമായി കർമ്മേലിന്റെ മുകളിൽ ദൈവാത്മാവിന്റെ ആരാധനയെ കൊണ്ടുവരാൻ അഭിഷിക്തൻ ആഗ്രഹിച്ചു. ബാലിന്റെ പ്രവാചകന്മാരാണോ, ഇസബേലിന്റെ അനുയായികൾക്കാണോ, ദൈവത്തിന്റെ പ്രവാചകനാണോ ശക്തി? യഥാർത്ഥ ആരാധന ആർക്കാണ് വെളിപ്പെടുത്താൻ കഴിയുന്നത്? നിങ്ങൾക്കറിയാം ഭാഗം. രാജാക്കന്മാർ പുസ്തകം 19 അധ്യായം 17, 18, 19 അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. കർത്താവ് എൻ്റെ അകത്തൊക്കെ ഒരു പ്രവചന ശബ്ദം ഇടുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവശബ്ദം എൻ്റെ അകത്തേക്ക് കയറി വരുന്നു. 17 അധ്യായത്തിനകത്ത് ഏലിയ വെൻഡറാകുവാണ്. 18, 19 അധ്യായത്തിനകത്തേക്ക് ഓടുമ്പോൾ ദൈവം പ്ലാൻ ചെയ്ത് ഒരു അജണ്ട നടപ്പിലാക്കുന്നത് പോലെ ആഹാബ് രാജ്യം ഭരിക്കുന്ന 40 വർഷത്തിന്റെ പകുതി തുടങ്ങി അതിനെ ഭരിക്കാൻ തയ്യാറാകുന്ന ഇസബേലിന്റെ പിറകിൽ നിൽക്കുന്ന ബാബേൽ ശക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിക്രമിച്ച് കയറിയ ദൈവജനത്തിന്റെ മേൽ അതിക്രമിച്ച് കയറിയ ആ ശക്തികളെ ആട്ടിപ്പായിച്ചിറക്കുന്നത് പോലെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ ഇഷ്ടം പോലെയാണ് പ്രവാചകനായ ഏലിയാവ് പുറത്തു വരുന്നത്. വെറുതെ അല്ല പുറത്തു വരുന്നത്, ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ചുകൊണ്ടാണ് മനുഷ്യൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അടച്ചവന് അടച്ചതുപോലെ തുറക്കാനുമുള്ളൊരു അഭിഷേകം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ദൈവം എൻ്റെ അകത്തേക്ക് ഇപ്പൊ ഇട്ടൊരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ അജണ്ട ദൈവം നടപ്പിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവം പ്ലാൻ ചെയ്തിട്ടൊരു അജണ്ട പോലെ ചിലത് രംഗപ്രവേശനത്തിനുള്ള സമയമായിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ദീർഘം 40 വർഷത്തിലധികം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവജനത്തെ ആഹാബിന്റെ ഭരണവും ഇസബേലിന്റെ ഭരണം കൊണ്ട് ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ദൈവീയ ആരാധന ഇല്ലാതായിരിക്കുന്നു. ആരാധനയുടെ മേൽ നിയന്ത്രണങ്ങൾ വെളിപ്പെട്ടു. തെളിയിക്കുകയാണ് കർമ്മേലിന്റെ മേൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവൻ ഈ പട്ടണത്തിന് മുമ്പിൽ തെളിയിക്കാൻ പോവുകയാണ്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആവേശം കൊണ്ടാണോന്ന് അറിയത്തില്ല, വിരോധമായി എഴുന്നേറ്റ് നിന്ന സകല പ്രവാചകന്മാരെയും ബാലിന്റെ പ്രവാചകന്മാരെയല്ല വാളൂരി ഏലിയാവ് വെട്ടി. താനായിരിക്കുമ്പോൾ തൻ്റെ അകത്തേക്ക് ഒരു വലിയ പ്രശ്നം കയറി വരുന്നതാണ്. ഈ സന്ദേശത്തിന്റെ കാതലായ ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആഹാബ് ഈ വിഷയം ചെന്നിട്ട് ഇസബേലിനോട് പോയി പറഞ്ഞു. ഇസബേൽ തൻ്റെ ഭൃത്യനെ അയച്ച് ഏലിയാവിന്റെ അടുക്കലേക്ക് ചെന്ന് പറയുന്ന കാര്യം ഇസബേല് പറഞ്ഞ അതേ കാര്യം. നാളെ ഇതേ സമയത്ത് നീ എൻ്റെ പ്രവാചകന്മാരോട് ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും. ഈ മനുഷ്യൻ ഭയം കൊണ്ട് ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. എങ്ങനെ നിന്ന ആളാണ് ദൈവത്തിൻ്റെ തീയെ ഇറക്കാൻ സാത്താന് വിരോധമായി വെല്ലുവിളിച്ചൊരു മനുഷ്യൻ ഈ വാക്ക് കേട്ടപ്പോൾ അകത്തൊരു ഭയം ജനിച്ചു. ഈ മനുഷ്യൻ ഓടി ബേർശേബ മരുഭൂമിയിൽ എൻട്രാകുന്ന സ്ഥലത്ത് തൻ്റെ ഭൃത്യനെ നിർത്തിയിട്ട് 3 ദിവസത്തോളം ബേർശേബ മരുഭൂമിക്കകത്തേക്ക് നടന്നൊരു ചൂരച്ചെടിയുടെ കീഴിൽ പോയി മനുഷ്യൻ കടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. മതി, ഇത് മതി. അകത്ത് കയറിയത് ഭയമാണ്, അകത്ത് കയറിയത് നിരാശയാണ്, അകത്ത് കയറിയത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നാണ്, ഇനി ആരെയും കാണാനില്ല, ഇനി ആരുടെ മുമ്പിലും ചെല്ലാനില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ഈ പകല് പറഞ്ഞൊരു ദൂത്, രാവിലെ പറഞ്ഞൊരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ ഇറങ്ങി തിരിച്ചിട്ട് ഹല്ലേലൂയ മുൻപോട്ട് പോകാത്ത രീതിയിലൊരു പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ സാത്താൻ നിന്റെ ഹൃദയത്തിനകത്തിട്ട എല്ലാ കോട്ടകളും ഈ പകൽ ഈ വചനത്തിന് മുമ്പിൽ ഇടിയട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ കെട്ടിയ നിരാശയുടെ സ്പിരിറ്റിനെ ഈ വചനത്തിൻ്റെ വാൾ ഉപയോഗിച്ച് ഞാൻ വെട്ടുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ എഴുന്നേറ്റ് ഭയത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ മനസ്സിനകത്തുനിന്നും പുറത്തു പോകട്ടെ. ഏലിയാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ, നിനക്ക് ഒരു ദൂരയാത്രയുടെ ശുശ്രൂഷയുണ്ട്. നീ മരുഭൂമിയിൽ പട്ടുപോകേണ്ടവനല്ല. മനുഷ്യൻ പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, ഞാൻ മരിക്കാൻ തയ്യാറായി നിൽക്കുക, എൻ്റെ പ്രാണനെ എടുത്തോണം. മനുഷ്യൻ്റെ ആവശ്യം ഇതാണ്. തൻ്റെ കൂടെയുള്ള ബാല്യക്കാരനെ ബേർശേബ മരുഭൂമിയിലേക്ക് കയറുന്നതിൻ്റെ പിറകിൽ നിർത്തിയിരിക്കും. ഒറ്റയ്ക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശുദ്ധാത്മാവ് ഇന്ന് പകല് പ്രവചിക്കുന്നു, നിരാശയുടെ ആത്മാവ് എടുത്തു മാറട്ടെ. ഹല്ലേലൂയ. ശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, ഊർജത്തെക്കുറിച്ച്. ഊർജം, നമ്മുടെ അകത്ത് ഊർജം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അറിയാവുന്ന പല മതങ്ങൾ പറയുന്ന വാക്ക് ഞാൻ പറയുന്നില്ല, എങ്കിൽ വചനം പറയുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ അകത്തൊരു അസാധാരണ ശക്തി ഇരിപ്പുണ്ട്. ആമേൻ. ഇന്നു മുതൽ നിങ്ങൾ കടക്കാൻ പോകുന്നതിന് മുമ്പ് 10 മിനിറ്റെങ്കിലും ഈ ശക്തി ഒന്ന് അനുവദിച്ചിട്ട് പോയാൽ എഴുന്നേൽക്കുമ്പോൾ ചില സക്സസ് കാണും. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. യോഷിയ എവിടെയുണ്ട്? ശരീരത്തിൽ രോഗമല്ലെന്ന്, അകത്ത് ആത്മാവുണ്ട്. ആത്മാവിനകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടിരിക്കുന്ന ശക്തിയെ പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് അകത്ത് നിന്ന് ശടകൊടഞ്ഞെഴുന്നേൽക്കുന്ന ശിംശോനെ കാണാം. ഹല്ലേലൂയ. ചിലത് നിങ്ങളുടെ അകത്ത് കർത്താവ് നിക്ഷേപിച്ചിട്ടിരിപ്പുണ്ട്. നീ അനുഭവിച്ച പരാജയത്തിനകത്ത് ദൈവം ഒരു അമിത ബലം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സാരാഭാത്തിലെ വിധവയുടെ വീട്ടിലെ ഭരണി നമ്മോട് പറയുന്ന പ്രവചന ശബ്ദം ഇതാണ്: ശൂന്യതയാണ് എല്ലാവരും കാണുന്നത്, പക്ഷെ നിന്റെ അകത്തൊരു നിറവുണ്ട്. നിന്നെ കാണുന്നവരെല്ലാം കാണാം. ജോഷിച്ച കാണുന്നവരെല്ലാവർക്കും പറയാൻ നീ ഭയങ്കര ശൂന്യതയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് നിന്നെ കാണുന്ന ഒരു ശൂന്യതയായിട്ടല്ല, ഹല്ലേലൂയ, ക്ഷാമങ്ങളെ പൊളിക്കാൻ കഴിയുന്നൊരു നിറവായിട്ടാണ്. ആമേൻ. സ്വന്തമായിട്ട് ഞാൻ ഇന്ന് വരെ ഒന്നും നേടിയിട്ടില്ല, ഇന്ന് വരെ എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഞാൻ പരാജയമാണെന്ന് ചിന്തിക്കുന്നവരോടെല്ലാം ഇന്ന് പകൽ പറയുന്നു, നിങ്ങളിവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ പ്രവചിച്ചിട്ട് എഴുന്നേറ്റ് പോകാവുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ശൂന്യതയല്ല, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അമിത ബലം ദൈവം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഈ കോട്ടകൾ, ഈ പ്രശ്നം, ഏലിയാവിൻ്റെ മനസ്സ് വലിയൊരു പ്രശ്നത്തിലാണ്. എനിക്കിനി എൻ്റെ മേൽ പകരപ്പെട്ട ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാര്യം എന്താണ്? നാളെ കൊണ്ട് ഞാൻ തീർന്നു. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്ത ഞാൻ ഇസബേലിൻ്റെ വാളിൽ തീരാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് കർത്താവെ എന്നെ അങ്ങ് എടുത്തോണം. ദൈവം പറയാ, ഇല്ല, ഇതുവരെ നിന്നെ കൊണ്ടുവന്ന എനിക്ക് ഇസബേലിൻ്റെ വാളൊരു പ്രശ്നമാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായൊരു ദൂത് പറയാണ്, നിനക്ക് മേലെഴുന്നേറ്റ സകല വെല്ലുവിളിയും നിലനിൽക്കുന്നിടത്ത് ദൈവം നിന്നെ നിലനിർത്തും.
ഓ, എന്നെ എത്ര പേര്. ഹല്ലേലൂയ. ഒരു വെല്ലുവിളി നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്താമെന്നല്ല കർത്താവ് പറയുന്നു. നിനക്ക് എഴുന്നേറ്റ വെല്ലുവിളി എവിടെയാണ്? നിന്റെ കുടുംബത്തിൽ. ഇതൊരു പ്രവചന ശബ്ദം കേട്ടോ. ഇത് ഓൺലൈനിൽ കേൾക്കുന്നവരോടും ഓഫ്ലൈനിൽ കേൾക്കുന്നവരോടും ഞാൻ വിരൽ ചൂണ്ടി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ എഴുന്നേറ്റ വെല്ലുവിളി എവിടെയാണോ അവിടെ കർത്താവ് നിന്നെ നിലനിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്കൊരു വെല്ലുവിളി വീടിനകത്തുണ്ടായതോ ആ വീട്ടിനകത്ത് നിന്നെ നിലനിർത്താൻ അറിയാവുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഫുഡ് കൊടുത്തിട്ട് ഏലിയാവിനോട് പറയാ, ഗെറ്റ് റെഡി, നീ വിശ്രമിച്ചതിന് ശേഷം പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല. പുള്ളി ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി അവിടെയും തട്ടി എഴുന്നേൽപ്പിക്കുക. ഇതല്ല നിന്റെ സ്ഥലം, നിനക്ക് പോകാനൊരു ഏരിയ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ തോറ്റത് എവിടാണോ, ഹല്ലേലൂയ, നിന്നെ നിലനിർത്തത്തില്ലെന്ന് ഉയർന്നു വന്ന വെല്ലുവിളി എവിടെയാണോ ഉയർന്നു പൊങ്ങിയത് അവിടെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. എലിയാവിൻ്റെ അകത്തുള്ള ഒരു വലിയ വിഷയം, ഞാനിപ്പോൾ ഒറ്റയ്ക്കായി തീർന്നിരിക്കുന്നതെന്നോ. ഒറ്റയ്ക്ക് ആരെയില്ല, ഇവൻ ഒറ്റയ്ക്കായതാരാ? കൂടെ ഒരു ബാല്യക്കാരനെങ്കിലും ഉണ്ടായിരുന്നു. പുള്ളിനെ ഉപേക്ഷിച്ചത് ദൈവമാണോ? അല്ല, സ്വയമായിട്ട് ഉപേക്ഷിച്ചതാ. അല്ലേ? നീ ഇവിടെ നിന്നോ, ഞാൻ 3 ദിവസം മരുഭൂമിക്കകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയതാണ്. എന്നിട്ട് ഇദ്ദേഹം പറയും ഞാൻ ഒറ്റയ്ക്കായി തീർന്നു. അല്ലല്ലേ, ചിലതൊക്കെ നീ കയ്യിൽ നിന്ന് വിട്ടതാണ്, അവരെ ഓടി. ഇതൊക്കെ എനിക്കറിയത്തില്ല എന്നെ ഇങ്ങനെ വരുന്നത്. ഹല്ലേലൂയ. നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ ബാല്യക്കാരൻ നിന്റെ കൂടെ ഉണ്ടാകും. കർത്താവ് ഗുഹയ്ക്കകത്ത് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, നിനക്ക് തോന്നലാണ് നീ ഒറ്റയ്ക്കാണെന്ന്. ഹല്ലേലൂയ. സഭയിൽ വാളുമായിട്ട് ഇറക്കിയപ്പോൾ ഞാൻ എൻ്റെ പ്രവാചകന്മാരെ പല ഗുഹകൾക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കായി തീർന്നത് നിന്റെ തോന്നലാണ്. ഹല്ലേലൂയ. ഈ ഒരു കാര്യം പണ്ട് ഞാൻ ആത്മാവിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഏലിയാവിന് വേണ്ടി മാത്രം ഒരു കാക്ക പുറപ്പെട്ടതായിട്ട് നമുക്കറിയാവുള്ളൂ. പക്ഷേ പിന്നീട് പറഞ്ഞ എഴുത്തുകൾക്കകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്, നീ അറിയാതെ എൻ്റെ പ്രവാചകന്മാരെ പലയിടങ്ങളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ പറയാത്തതും പ്രവാചകന് ഏലിയാവിന് വേണ്ടി എഴുതിയത് മാത്രമേ ഉള്ളൂ. വേറെയും കാക്കകളെ അതോ വേറെ പക്ഷികളെയാണോ എന്നാണെങ്കിൽ ദൈവത്തിൻ്റെ കരുതലുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ പിറകിൽ ഒരു ദൂതുണ്ട്. കാരണം അറിയാമോ, ഈ ഏതെങ്കിലും പ്രവാചകനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അവർക്കും പ്രശ്നമായനെ. എന്തുവാ? ആഹാബും ഇസബേലും കൂടെ തപ്പി ആളെ വിട്ടിട്ട് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഏലിയാവിനെ ഒട്ടും കിട്ടിയില്ല. അപ്പം ഏലിയാവിനോടും പറയാണ്, നീ അറിയാതെ ഞാൻ വേറെയും പ്രവാചകന്മാരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് പകല് ഒരു കരുതലിൻ്റെ ദൂത് പൊങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കേൾക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ, നീ നഷ്ടപ്പെട്ട, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട, നിന്റെ ആരോഗ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ട, നിന്റെ സമ്പത്തിൽ നിന്ന് നഷ്ടപ്പെട്ട, നിന്റെ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ട, നിന്റെ കരിയറിൽ നിന്ന് നഷ്ടപ്പെട്ട, നിന്റെ അധ്വാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ചിലതിനെ ദൈവം കരുതലാക്കി തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അടുത്ത 2 മാസത്തിനുള്ളിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് കരുതലായി ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കും. അതിനെന്താ ചെയ്യണം? ഏലിയാവേ, നീ നിരാശയ്ക്കകത്ത് കടക്കാൻ പാടില്ല. എന്തൊക്കെയാ കയറിയത്? ആദ്യം കയറിയത് ഭയമാ. ഓടാൻ കാരണം എന്തുവാ? ബേർശേബ എന്ന മരുഭൂമി ഈ മനുഷ്യൻ തേടിപ്പിടിക്കാൻ കാരണം എന്തുവാ? തേടിപ്പിടിക്കാൻ കാരണം അകത്തുണ്ടായ ഭയമാണ്. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഉത്ബോധ്യമുണ്ട്, അവിടെ ഒരു നിരാശയും കയറി. ഭയവും നിരാശയും കയറിയപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു ക്ഷീണവും തൻ്റെ ശരീരത്തിനടിച്ച്. തിരിച്ച് ചിന്തിക്കാം, അസാധാരണ ക്ഷീണം ശരീരത്തിൽ. ഇതിങ്ങനെ പോകുന്നതിനൊന്നും എനിക്കറിയത്തില്ല, ആരോടൊക്കെയുള്ള ശക്തമായ വചനമാണ്. അസാധാരണ ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ.
ആ ചൂരച്ചെടിയുടെ കീഴിൽ ഇനി മരണമല്ലാതെ അപ്പുറത്തോട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇസബേലിൻ്റെ വാക്ക്, ഒന്നെങ്കിൽ എഫീസ് ലേഖനത്തിൻ്റെ വാക്കുകൾ അല്ല ഗലാത്യ ലേഖനത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുന്ന, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ പരിച ധരിക്കാണ്ട മനുഷ്യൻ ഈ തീയമ്പിൻ്റെ മുമ്പിൽ അസാധാരണമായ ക്ഷീണത്തിൽ കിടക്കുകയാണ്. ക്ഷീണം തൻ്റെ ശരീരത്തിൽ കയറി. ഞാൻ ആത്മാവിൽ ഈ വചനം വെച്ച് ഈ വിഷയങ്ങളെല്ലാം വെട്ടുകയാണ്. ഹല്ലേലൂയ. ഇസബേലുകൾ പോലെ നിന്റെ മനസ്സിലേക്ക് കയറി വന്ന ക്ഷീണത്തിൻ്റെ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് പകൽ? ഹല്ലേലൂയ. ഇത് വെളിപ്പെടുമ്പോൾ അസാധാരണ ദൈവപകർച്ചയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പട്ടണത്തിൻ്റെ മേൽ ആത്മീയ തളർച്ചകൾക്ക് കാരണമായ ഇസബേലിയ സ്പിരിറ്റുകളാൽ വെളിപ്പെട്ട് വന്ന ഒരു ക്ഷീണത്തിൻ്റെ സ്പിരിറ്റിനെ ഞാൻ ആത്മാവിൽ ശാസിക്കുകയാണ്. അത് വ്യക്തിപരമായി നിന്റെ ലൈഫിനകത്ത് ഒത്തിരി ക്ഷീണങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ പകല് പരിശുദ്ധാത്മ പറയുന്നു, ഈ വിഷയത്തിൽ ഒരു കുതിച്ചെഴുന്നേൽപ്പ് വേഗത്തിലുണ്ട്. കാരണം ഇസബേലിന്റെ വാക്ക് ആഹാബിന്റെ അകത്തുണ്ടാക്കിയ ഭയം, നിരാശ, ക്ഷീണം, ഇതിനെ മൂന്നും മാറ്റാൻ കഴിയുന്ന കർത്താവിൻ്റെ ഫുഡ് റെഡിയാണ്. ഈ മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ ആ മരുഭൂമിയിൽ ഇദ്ദേഹത്തിന് കഴിക്കാനൊരാഹാരം, അത് കഴിച്ചപ്പോൾ പെട്ടെന്നൊരു ഉറക്കം, ഒരു വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു അമിത ബലം തൻ്റെ അകത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം അമിത ബലമായി നിങ്ങൾ ഓടിപ്പിക്കാൻ പോവുക. ഈ ദൂത്, ഇതിനകത്തൂടെ വരുന്ന ദൂതൊന്നും വെറുതെ കളയരുത്. ഇത് പ്രാർത്ഥനകളിലേക്ക്, മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കുന്നതിലേക്ക്, ശരീരത്തിലും ശിരസിലും ദൈവത്തിൻ്റെ ശക്തിയെ റിസീവ് ചെയ്യുന്നതിന് കാരണമാകുന്ന പ്രാർത്ഥനകളിലേക്ക് സംഭവങ്ങൾ തിരിയണം. തിരിഞ്ഞാൽ നിശ്ചയം, ഞാനൊരു കാര്യം വ്യക്തിപരമായി പറയുന്നു, നിന്നെ പിടിച്ചു കെട്ടാൻ ഈ പട്ടണത്തിൽ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തിരിവ് സംഭവിക്കാൻ പോകുന്നത് എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മ പറയും, ഒരു തിരിവ് സംഭവിക്കാം. ഈ ഒരു ചില ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ചില മാനസിക അറ്റാക്കുകൾ, ഇസബേലിൻ്റെ ഇതുപോലെ അറ്റാക്കുകളൊക്കെ വന്നിട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നു, നിന്റെ മേൽ കർത്താവിൻ്റെ വിശ്രമത്തിൻ്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആഹാബിനുണ്ടായ ക്ഷീണം, ആഹാബിനുണ്ടായ നിരാശ, ആഹാബിനുണ്ടായ ഭയം, അവൻ്റെ അകത്തേക്ക് ദൈവം ഉറക്കി കളഞ്ഞു. ഉറക്കി എന്നുള്ള വാക്ക് തെറ്റ, എടുത്തു കളഞ്ഞെന്ന് പറയണം. കാര്യം ഉറങ്ങിയ വീണ്ടും എഴുന്നേക്കാനുള്ള ചാൻസ് ഉണ്ട്. ആഹാബിൻ്റെ ഉറക്കത്തിനകത്ത് ദൈവം അത് എടുത്തു കളഞ്ഞു. ഇന്ന് പകല് എന്നോട് ദൈവാത്മാവ് അഹാബിനെ വിശ്രമിപ്പാൻ ദൈവം നിർബന്ധിച്ച് ആഹാരം കൊടുത്തതുപോലെ മനസ്സിൻ്റെ ഡിപ്രഷൻ സ്പിരിറ്റിൽ കിടക്കുന്ന, നിരാശയുടെ ആത്മാവിൽപ്പെട്ട് കിടക്കുന്ന, ഭയത്തിൻ്റെ ആത്മാവിൽപ്പെട്ട് കിടക്കുന്ന, ക്ഷീണത്തിനകത്ത് നിന്ന് പൊങ്ങാൻ കഴിയാത്ത അനുഭവത്തിൽ കിടക്കുന്നവരോട് വിശ്വാസത്താൽ വചന വെളിപ്പാടിൽ ദൂത് പറയുന്നു, കർത്താവ് നിന്നെ വിശ്രമിപ്പിക്കുവാൻ അവസരം നൽകാൻ പോവുക. ഇത് സഭയോടായിട്ട് പറയട്ടെ, കുറച്ച് നാള് നിങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഒരു വിശ്രമ മൂഡിലായിരുന്നു, ഇനി ഓടാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ആഹാബിൻ്റെ ശക്തിയുള്ള വാക്കുകൾ, ഇസബേലിൻ്റെ ശക്തിയുള്ള വാക്കുകൾ നിന്നെ തടയാത്ത രീതിയിൽ നിനക്കൊരു വിശ്രാമം ദൈവം തന്ന് ദൈവം നിന്നെ ഓടിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് പറ, എൻ്റെ കാലുകൾക്ക് ദൈവം സ്പീഡ് നൽകാൻ പോവുക. ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾക്ക് സ്പീഡ് നൽകാൻ പോവുകയാണ്. എൻ്റെ മനസ്സിനകത്ത് ദൈവം ഹല്ലേലൂയ വലിയൊരു ആവേശം നൽകാൻ പോവുകയാണ്. എൻ്റെ കൈകൾക്കകത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും
ശക്തിപ്പെടുക. ആമേൻ. ശക്തിപ്പെട്ടാൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. മഴ പെയ്യുന്നത് പോലെ ആയിരിക്കും നിന്റെ വീടിനകത്തിരുന്ന് നീ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്നാ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ദൈവം പ്രേരിപ്പിക്കുന്ന അറിയത്തില്ല. ഇപ്പം മഴയും കാറ്റും ഉള്ള സമയമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്, കർത്താവിൻ്റെ മഴ നിങ്ങളുടെ പട്ടണത്തിനകത്ത് പെയ്യും. നീ നിന്റെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അടുത്തിരിക്കുന്ന കുടുംബങ്ങളെയും ദൈവം തൊടുവെന്നാ പറഞ്ഞത്. ഇതൊരു ഉണർവിൻ്റെ മഴയായി തീരുമാറാകട്ടെ, ഇതൊരു ശക്തിയായി തീരട്ടെ. ഞാൻ ആശയത്തിൻ്റെ തുടക്കമിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒടുവിൽ എന്ന വാക്ക് തന്നെ പറഞ്ഞു നിർത്താം. ഏതൊക്കെ വിഷയത്തിനകത്താണ് ഒടുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? 1, 2, 3, 4, 5, 6 അധ്യായങ്ങൾക്കകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ ബ്ലെസ്സിങ്സ്, കർത്താവിനാൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾക്കകത്ത്, അത് ദൈവകൃപയുടെ, ദൈവ വിളിയുടെ, ദൈവീയ പ്രത്യാശയുടെ ഒരു വലിയ പകർച്ച ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് നമുക്ക് പേര് വന്നിട്ടുണ്ട്. എങ്ങനെ? ക്രിസ്തുവേശുവിൽ. അതിൻ്റെ ഒരു പദമാണ് ബൈബിളിൽ കിടക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ദൈവം ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാമെന്നല്ല. സോ ഈ ഒടുവിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ, ഞാൻ ആദ്യം പറഞ്ഞ പദം ഒരു പ്രവചന ആത്മാവിൽ പ്രവാചകന്മാർ മുന്നോട്ട് വെച്ചതാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ വേഡ്, ഈ വചനത്തിനകത്ത് 6 പുസ്തകങ്ങളുടെ വിഷയവിവരം അനുസരിച്ച് അവസാനത്തെ പദമായി ഒടുവിൽ നമ്മൾ കാണുമ്പോൾ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറയുമ്പോൾ, അതിനു മുമ്പുള്ള കണ്ടന്റുകളുടെ ആശയങ്ങളുടെ ഒന്നാമത്തെ പദം ആദ്യം നിങ്ങളുടെ മേൽ നിറയപ്പെടുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. എന്ന് കൈ ഉയർത്തിപ്പറിച്ച്, ഓൾറെഡി ഞാൻ കർത്താവിനാൽ അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഓപ്പണിങ് പോലെ തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറ, ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകിയാൽ ഞാൻ രൂപനെ അനുഗ്രഹിക്കുന്നു. എനിക്കിത് പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. എന്താണ് പറഞ്ഞത്? ക്രിസ്തുവേശുവിൽ നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ഒടുവിൽ എന്ന പദത്തിന് 6 ഭാഗങ്ങളായിട്ട് 6 ആശയങ്ങളെ ദൈവം തുറന്നു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരാശയമാണ്. സോ എത്ര പേർക്ക് ആ നീതിബോധം ഉണ്ട്? ഞാൻ ക്രിസ്തുവെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആമേൻ. നീ ഒരു വീട്ടിൽ കയറിയ അനുഗ്രഹം അവരുടെ മേൽ വന്നിരിക്കും. ഓ, സ്വത്രം പറയുന്ന എത്ര പേരുണ്ട്? നീ ഒരു കടയിൽ കയറി അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വത്രം പറ. അച്ഛാ, ഒരു തോട്ടത്തിൽ കപ്പയിട്ടാൽ, തോട്ടമാണോ പറയുന്നത്, എങ്ങനെ പറയുന്നത്, പറമ്പിൽ കപ്പയിട്ടാൽ മൊത്തം കപ്പ കൊണ്ട് നിറഞ്ഞിരിക്കും. കപ്പ കൃഷിക്കാർക്ക് ഞാൻ ഒരു തന്നില്ലെന്ന് വേണം. ഒരു പന്നി എലി അതിനകത്ത് കേരളത്തില്ല. ബോധം വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. ഇത് മനസ്സിലായ ആളാണ് ആരാ? തോമസോ? ഞാൻ തോമസിന്റെ കാര്യമല്ല പറഞ്ഞത്. ബൈബിളിനകത്ത് ഒരാളുണ്ട്, ഇസഹാക്ക്. പുള്ളി വിതച്ചെന്നാ 100 മേനി. തൊട്ടടുത്ത് ക്ഷാമം വരാൻ തീപ്പുള്ളി എന്ന് വിതച്ചു. പുള്ളി അറിഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ്റെ തലയ്ക്ക് മീതെ ഒരു അനുഗ്രഹം കിടപ്പുണ്ട്. പോയ പട്ടണം മൊത്തം അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിട്ടാലും അനുഗ്രഹമാണ്. അറിഞ്ഞിരിക്കണം. അങ്ങനെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തലയ്ക്ക് മീതെ കൈമാറി വന്ന ഒരു അനുഗ്രഹത്തെ എഫീസി ലേഖനത്തിൽ കൊണ്ട് പകരപ്പെക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ തലമുറകളിലൂടെ കൈമാറി വന്ന അനുഗ്രഹം ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ തലയുടെ മേൽ വന്നിട്ടുണ്ട്. സോ യു ആർ ബ്ലസ്ഡ്. ആത്മാവിൽ പിടിക്കുക. നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞ് ഞാൻ മേടിച്ചിട്ട് പൊക്കോളാം. ആമേ, യു ആർ ബ്ലസ്ഡ്. നീ ഒരു കടയിൽ കയറിയാൽ നിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ പകർച്ച അവിടെ വെളിപ്പെട്ടിരിക്കും. ഒന്ന് ടെസ്റ്റ് ചെയ്തോണം ആത്മാവിൽ. റിങ്കുമൊക്കെ കയറാൻ നേരത്ത് ചുമ്മാ കയറി ഒരു ചായ കുടിക്കണം. എന്നിട്ട് അപ്പുറം ഇപ്പുറം ആരും കയറാത്ത ചായക്കടയിൽ കയറിക്കണം. നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ കട നിറഞ്ഞിരിക്കും, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും.
അടുത്ത ദിവസം ഞങ്ങൾ മിക്കപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പൈസ പോലും ഇല്ലാതായിരിക്കും ചെല്ലുന്നത്. എങ്ങനെയാലും ഒപ്പിച്ചൊരു ചായക്കട കയറി കഴിഞ്ഞാൽ നമുക്ക് പൈസ പോലും കൊടുക്കാൻ പറ്റില്ല, അതുപോലത്തെ തിരക്കായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇതെന്നാന്നറിയോ, നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ മേലുള്ള ഞാൻ നിങ്ങളെ ഒന്നൊന്നും എൻകറേജ് ചെയ്യുക, നിങ്ങളിൽ നിന്നും ഓപ്പൺ ചെയ്തെടുക്കണം. ആദ്യം കയറുമ്പോൾ ഒന്നും വന്നില്ലെന്ന് വരും, പക്ഷെ ഓപ്പൺ ചെയ്യണം. എന്താ, നിങ്ങളുടെ മേലുള്ള ഈ അനുഗ്രഹത്തെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ആമേൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ മേലൊരു പകർച്ച അനുഗ്രഹത്തിലുണ്ട്. ആമേൻ. രണ്ടാമത്തെ ദൈവകൃപയാണ്. ദൈവകൃപ, കൃപയാൽ ഒരു മനുഷ്യന് ലഭിച്ച എല്ലാ ദൈവീയ കൃപകളും അത് രക്ഷയാ. കൃപയാലുള്ള രക്ഷ, പ്രവർത്തികളാലല്ല, കൃപയാൽ വെളിപ്പെട്ട രക്ഷ. മൂന്നാമത്തേത് ക്രിസ്തുവിലുള്ള ഐക്യമാണ്. നാലാമത്തേത് പുതുജീവിതമാണ്. അഞ്ചാമത്തേത് സ്നേഹത്തിലും വെളിച്ചത്തിലും നടക്കുക എന്നുള്ളതാണ്. ആറാമത് കുടുംബജീവിതവും ബന്ധമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേട്ടുന്നുണ്ടോ? അത് ഈ എഫീസി ലേഖനത്തിലെ 6 അധ്യായങ്ങൾക്കകത്തൂടെ പൗലോസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യ പടികളാണ്. എന്നിട്ട് അതിൻ്റെ അവസാനമാണ് കൊണ്ട് പറഞ്ഞേക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ദൈവീയ അനുഗ്രഹം, ക്രിസ്തുവേശുവിലുള്ള അനുഗ്രഹം മുതൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവന്റെ മേൽ ദൈവം പകരപ്പെട്ട കൃപയാലുള്ള രക്ഷ, ക്രിസ്തുവിലുള്ള ഐക്യം, പുതുജീവിതത്തിന്റെ ശ്രേഷ്ഠ, അത് സ്നേഹത്തിലും ലഭ്യമായ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലും ഉപദേശപ്രകാരം നടക്കുമ്പോൾ വീട്ടിൽ, കുടുംബത്തിലും ബന്ധങ്ങളിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെല്ലാം ആശ്രയിച്ചുകൊണ്ട് പൗലോസ് 6 അധ്യായങ്ങളിൽ കുറിച്ച 6 പോയിന്റുകളുണ്ട്. ആ 6 പോയിന്റിനപ്പുറമാണ് ഇദ്ദേഹം ഈ ഒരു ദൂത് പറയുന്നത്. ഒടുവിൽ നീ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് വെളിപ്പെട്ടതാണ്. അനുഗ്രഹം മുതൽ അമിത ബലം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, കർത്താവിൽ ബലപ്പെടാൻ തയ്യാറാണെങ്കിൽ അമിത ബലം ഓട്ടോമാറ്റിക്കായി ബലപ്പെടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ക്രിസ്റ്റോളജിയാണോ ഞാൻ തിരക്കിയത്, അതോ പരിശുദ്ധാത്മാവിൻ്റെ തിയോളജിയാണോ? പരിശുദ്ധാത്മാവ് ശാസ്ത്രമാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് വരുന്ന കാണാം, ക്രിസ്തു വെളിപ്പെട്ട് വരുന്ന കാണാം, പക്ഷെ വെളിപ്പെട്ട് നിൽക്കുന്ന സഭയാണ്. ഇന്ന് പകൽ ഞാനിത് പറഞ്ഞു നിർത്തുമ്പം ഒരാശയം ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങൾ സ്വീകരിച്ച കർത്താവിൽ നിങ്ങൾ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വെളിപ്പെട്ട് വരുന്ന പത്രോസിനെ കാണുന്നത് പോലെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വെളിപ്പെട്ട് വരുന്ന പൗലോസിനെ കാണുന്നത് പോലെ ഈ പട്ടണങ്ങൾക്കകത്ത് നിങ്ങളെ കാണാൻ പറ്റും. ഒന്ന് പറ, എൻ്റെ അകത്ത് ഈ ആത്മാവിൻ്റെ ശക്തിയോടെ വെളിപ്പെട്ട് വരണം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെട്ട് വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അവരോട് ഞാൻ ഇന്ന് ഈ ആശയത്തിൻ്റെ അവസാനം ഞാൻ പറയട്ടെ, ഉറപ്പായിട്ടും ദൈവം ആഗ്രഹിച്ചതുപോലെ അവൻ്റെ സ്വപ്നം വെളിവരാൻ പോവുക. ഏലിയാവിനെ കുറിച്ച് ദൈവം പ്ലാൻ ഇട്ടത് പുറത്ത് വന്നതുപോലെ. ഞാൻ ആദ്യം ഒരു സന്ദേശം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിനെ കൊണ്ട് പറയിച്ചൊരു ഭാഗം ഇതാണ്: നടപ്പിലായിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തെ പൊളിക്കുവാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നിക്ഷേപിച്ചു വച്ചിരുന്ന ഒരു അജണ്ട ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്നത് പോലെ എവിടുന്നോ ഒരു പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. അടയുക, ആശയങ്ങൾ പറയുന്നത് ഹല്ലേലൂയ ആകാശത്തോടാ, ഇനി മഴ പെയ്യരുത്. ഹല്ലേലൂയ. തയ്യാറായിരിക്കുന്ന കാർമേഘങ്ങളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന പ്രവചന ശബ്ദമായിരുന്നു ഏലിയാവിൻ്റെ നാവിനകത്തുനിന്ന് പുറപ്പെട്ടു വന്നത്. അവിടെ അടഞ്ഞത്. പിന്നീട് അത് തുറക്കുക എന്ന് ഏലിയാവ് തന്നെ പറയാൻ തയ്യാറായപ്പോഴാണ്, ഇത് ദൈവശബ്ദം സ്വർഗത്തിൽ നിന്ന് വെളിയപ്പെട്ടപ്പോഴാണ്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, അടഞ്ഞത് ചിലത് തുറക്കാൻ പോവുക.
അടഞ്ഞത് ചിലത് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സന്ദേശം ഞാൻ ആത്മാവിൽ ഒരുക്കുമ്പം ഇതിൻ്റെ അവസാനം ഒരു പ്രൊഫറ്റിക്കൽ അനുഭവമാക്കി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ അതിനെ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. മുണ്ടക്കയത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞുപോയ ആത്മീയ ഉണർവിൻ്റെ വാതിലുകൾ ദൈവം വീണ്ടും തുറക്കാൻ പോവുക. ഹല്ലേലൂയ. അമിത ബലം വ്യക്തികളുടെ മേൽ പ്രകടമായി വെളിപ്പെടുന്ന അന്തരീക്ഷങ്ങളുണ്ടാകും. ചെറിയ ഉപവാസ പ്രാർത്ഥനകൾ വരെ അസാധാരണമായ മൂവുകളാകാൻ പോവുക. ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യാൻ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിന്റെ മൂവിനെ അനുവദിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ, സഭ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ പിന്നിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് ഉണർവാണ്. തോമസ് ഒറ്റ വാക്ക് കണ്ണടച്ച് കർത്താവിനോട് പറയണം, വിശ്വസിക്കണം. എന്നാ പറയണ്ടേ, എന്നാ വിശ്വസിക്കേണ്ടത്? എത്ര നാള് ഹല്ലേലൂയ അടഞ്ഞു കിടന്നാലും കർത്താവിൻ്റെ തളിർപ്പുകൾക്ക്, കർത്താവിൻ്റെ ഹല്ലേലൂയ സന്ദേശങ്ങൾക്ക് ചിലതിനെ പൂവിട്ട് മുളപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ? കർത്താവേ, ഞങ്ങൾ ജനിച്ച് ജീവിച്ച് ഈ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ അമിതബലത്തിൻ്റെ പ്രകടനം ഈ പട്ടണത്തിനകത്ത് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നു ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസം ഈ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു ആഹ്വാനം വെളിപ്പെട്ടതിൽ എനിക്ക് അധികമായ സന്തോഷമുണ്ട്. റിങ്കു ആഹ്വാനം ചെയ്തതിൽ ഒരു ദൈവ നിയോഗമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. ഇവിടുന്ന് ഈ പ്രാർത്ഥന ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ഈ പട്ടണ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ സഭയും ദൈവം നിർത്തിയെങ്കിൽ ഈ ഈ ഈ ഈ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെയല്ലേ, ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഒരു അമിത ബലത്തിൻ്റെ പ്രകടനം ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. പല വാക്കുകൾ കൊണ്ട് മന്ദീഭവിച്ചു പോയ ചർച്ചുകൾ ഉണരട്ടെ. പല വാക്കുകൾ കൊണ്ട് മന്ദീഭവിച്ചു പോയ വ്യക്തികൾ ഉണരട്ടെ. പല വാക്കുകൾ കൊണ്ട് ക്ഷീണിച്ചു പോയ വ്യക്തികൾ, പിന്മാറ്റത്തിലേക്ക് പോയ വ്യക്തികൾ മടങ്ങി വരട്ടെ. വലിയ നാളുകളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഹല്ലേലൂയ ആത്മീയ ഉണർവുകൾ ഒരു കാറ്റായി പുറത്തു വരട്ടെ. പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ. ഇതൊരു മഴക്കാറിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ഏലിയാവ് കണ്ടതുപോലെ കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങി വരുന്നതിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഉള്ളത്തിൽ കേൾക്കുന്നത് കൊണ്ട് ബാല്യക്കാരനോട് പറയുന്നു, നിന്റെ കണ്ണുകൾ കൊണ്ടത് കാണാൻ ഇപ്പോൾ താൽക്കാലികമായി കഴിയുന്നില്ലെങ്കിലും യെസ്, അതിൻ്റെ സമയമായി. നിന്റെ തുറന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് അടച്ചു വെച്ചിരിക്കുന്ന എൻ്റെ കണ്ണുകൾക്കും ഹല്ലേലൂയ തുറന്നു വെച്ചിരിക്കുന്ന എൻ്റെ കാതുകൾക്കും കേൾക്കാൻ കഴിയുന്നു. ഈ പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഈ പട്ടണത്തിൻ്റെ മേലൊരു വലിയ മുഴക്കത്തിൻ്റെ ശബ്ദമുണ്ട്. ഓ റാബ ഷബാറ. അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ പ്രാർത്ഥിച്ചോണം. ഈ പകലൊരു ആത്മാവിൽ അമിതബലം നിന്റെ മേൽ പകരപ്പെടട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു പുതിയ പുതപ്പ് നിന്റെ മേൽ വീഴട്ടെ. ഹല്ലേലൂയ. ഒരു ഇരട്ടി പങ്കിൻ്റെ ഒരു പുതിയ അഭിഷേകം. നിരാശകളെ ജയിക്കുന്ന, ക്ഷീണങ്ങളെ ജയിക്കുന്ന, ഭാരങ്ങളെ ജയിക്കുന്ന, ഹല്ലേലൂയ ബുദ്ധിമുട്ടുകളെ ജയിക്കുന്ന, പ്രശ്നങ്ങളെ ജയിക്കുന്ന, തടസ്സങ്ങളെ ജയിക്കുന്ന, ഹല്ലേലൂയ നിർബന്ധങ്ങളെ ജയിക്കുന്ന എല്ലാ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. വൈഡപ്രഭാതിയാന ബൗഡന്തലാദിയാരകല പ്രഭേദിയ അഥമാന ശബാരിയാന്തല പ്രഭാതിയ അഥാന സിയാദിയ. ഈ പകല് നിനക്ക് ലഭിച്ച ഫുഡ് ഒരു ദൂരയാത്രയുടെ മിഷൻ നിന്റെ മേൽ പകരപ്പറയാണ്. നിനക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ നേടാൻ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. മുൻപിൽ വെല്ലുവിളികളായിരിക്കാം, മുൻപിൽ ഊരിപ്പിടിച്ച് ഇസബേലിന്റെ കിങ്കരന്മാരായിരിക്കാം. പക്ഷെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മേൽ അസാധാരണ ബലം വെളിപ്പെടുകയാ. വെല്ലുവിളിച്ച ഇസബേലും ഇസബേലിന്റെ കൂട്ടവും വീഴും, നീ നിലനിൽക്കും. ഭരണം ഇസബേലിനാണെന്നോർത്ത് നീ ഭാരപ്പെടണ്ട.
നിന്റെ മേൽ അധികാരത്തിന്റെ പകർച്ച വെളിപ്പെടുകയാണ്. നിന്റെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുകയാണ്. ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇനിയുള്ള നിന്റെ പ്രാർത്ഥന. ഇന്നലെ പ്രവചിച്ചതുപോലെയല്ല ഇനി പ്രവചനം. ഇന്നലെ പ്രസംഗിച്ചതുപോലെയല്ല നിന്റെ പ്രസംഗം വെളിപ്പെടാൻ പോകുന്നത്. ഇന്നലത്തെ സുവിശേഷീകരണം അല്ലെന്ന് ഇനിയുള്ളത് നിന്റെ മേലൊരു അഭിത ബലത്തിന്റെ പകർച്ച. വായിട പ്രഭാതനം ഷിയാത ഒരു തീ ആളി കത്തുന്നത് പോലെ തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഒരു പകർച്ച, ആത്മാവിന്റെ പകർച്ച, ഒരു പകർച്ച. നീ ആത്മാവിന്റെ കരുത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അടുത്ത ആളിലേക്ക് പകരാൻ ആഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് രാവിലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ക്ഷീണിതനാണ്. ഹല്ലേലൂയ. നല്ല മഴയുണ്ട്, നല്ല ചറ്റമഴ. ഹല്ലേലൂയ. എനിക്ക് നനയാൻ പറ്റുന്ന രീതിയിൽ മഴയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ബൈക്കിനകത്ത്, എൻ്റെ ആക്ടിവയ്ക്കകത്ത് കൂട്ടിരിപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് എൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ അന്യഭാഷ എൻ്റെ നാവിനകത്തോടെ വരാൻ തുടങ്ങി. അപ്പോഴേ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഉൾബോധ്യം നൽകി, ഇതൊരു സാധാരണ മീറ്റിംഗായി അവസാനിക്കത്തില്ല. സാധാരണമെന്ന് പറയുന്നത് പോലെ തോന്നും, പക്ഷേ ഇന്ന് ചില പകർച്ചകൾ സംഭവിച്ചിരിക്കും. ഇന്ന് ചിലരുടെ മേൽ ശക്തി ഇറങ്ങി വന്നിരിക്കും. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ആഗ്രഹം ഈ മണ്ണിനടിയിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്ന ഒരു ദൈവശബ്ദമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം ഈ മണ്ണിനകത്തൊടുങ്ങാനല്ല, മറിച്ച് ഈ ബേർശേബ വിട്ട് നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഒരു ഗ്രേറ്റ് മിനിസ്ട്രി നിന്റെ പുറകിൽ ദൈവം വെളിപ്പെടുത്താനുണ്ട്. എലിയാവെ എന്തോ ചെയ്ത് നിർത്തിയതുപോലെ അല്ല, പക്ഷെ എന്തോ ഇനി വലുതൊന്ന് ചെയ്ത് തീർക്കാനുണ്ട്. ഹല്ലേലൂയ. നിനക്കെതിരെ എഴുന്നേറ്റ ആഹാബിനോ എതിരെ എഴുന്നേറ്റ ഇസബേലിനോ നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അമിതബലം. പ്രസംഗിക്കാൻ ആഗ്രഹിച്ച പദം പറഞ്ഞു നിർത്തുന്നു. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാവുന്നവരായിരുന്നിട്ടും അവൻ കൊണ്ടുവന്ന വാക്കിനാൽ നിനക്കൊരു ക്ഷീണം, അവൻ കൊണ്ടുവന്ന വാക്കിനാൽ നിനക്കൊരു നിരാശ, അവൻ കൊണ്ടുവന്ന വാക്കിനാൽ നിനക്കൊരു ഭയം, മുന്നോട്ട് പോകാൻ പറ്റാതെ. മൂവ് ഫോർവേഡ്. പരിശുദ്ധാത്മാവ് സഭയോട് പ്രവചിക്കുന്നു, മൂവ് ഫോർവേഡ്. പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്നു, മൂവ് ഫോർവേഡ്. മുന്നോട്ട് പോകുക. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മുന്നോട്ട് കാലുവെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന മോശയോട് ദൈവത്തിന് ഒറ്റ മറുപടി, മുമ്പിൽ ചെങ്കടൽ, നോ, മൂവ് ഫോർവേഡ്. മുൻപിൽ ചെങ്കടൽ, പക്ഷെ മൂവ് ഫോർവേഡ്. നിന്റെ മുമ്പിൽ ചെങ്കടൽ നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ മുമ്പിൽ ചെങ്കടലിന് നിന്നെ തടയാൻ കഴിയത്തില്ല. ഉയർന്നു നിൽക്കുന്ന പർവ്വതമായാലും അത് മാറിയേ പറ്റുള്ളൂ. ബിക്കോസ് യു ഹാവ് ടു മൂവ് ഫോർവേഡ്. നീ മുന്നോട്ട് പോയേ പറ്റൂ. ഇതൊരു നിയോഗമാണ്. ഇതൊരു വിളിയുടെ എക്സസൈസ് ആണ്. ഇത് കർത്താവിൻ്റെ ബലത്തെ ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള നിന്റെ അവസരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവം നിനക്ക് പ്രോമിസ് ചെയ്ത വാഗ്ദത്ത ഭൂമിയെ നിനക്ക് നേടാനുള്ള അവസരമാണ്. Get ready. This is an opportunity. Move forward. Shataraba katalaba danra bratala rabishia. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക.
നിന്നെ കുലുക്കുന്ന ആത്മാവിന് ഈ പട്ടണത്തെ കുലുക്കാൻ അറിയാം. നിന്നെ കുലുക്കുന്ന ആത്മാവിന് ഈ ഭൂമിയെ കുലുക്കാൻ അറിയാം. നിന്നെ കുലുക്കുന്ന ആത്മാവിന് ഈ പ്രപഞ്ചത്തെ കുലുക്കാൻ അറിയാം. പ്രഭാതനം പ്രഭാതിയാല പ്രവാസിയ ലോപ്രോ ടോലോ ടോലോ ക്രോറ്റോലോ കർത്താവിനോട് പറയുന്ന എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കൈകാലുകൾ ആമത്തിൽ കിടക്കുമ്പോൾ, ഒന്നും അനക്കാതിരിക്കുമ്പോൾ ആത്മപ്രേരണയാൽ അവരുടെ നാവ് അനക്കാൻ ശ്രമിച്ചു. പിന്നീട് കാണുന്നത് ആ കാരാഗ്രഹം നാവ് അനങ്ങിയതുപോലെ ആടാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ നാവിനെ അനക്കിയതും ആ കാരാഗ്രഹത്തെ ഇളക്കിയതും ആത്മാവാണ്. പിറകിൽ ഒരേ ശക്തി, the same spirit of God. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തത്തുല്യമായൊരു പദം ബൈബിളിൽ കിടക്കുന്നത് കൊണ്ട് അത് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്, the same spirit of God നിന്റെ ഉള്ളിലിരിക്കുന്നു. അവൻ നിങ്ങളെ എല്ലാ മരണപാശങ്ങളിൽ നിന്നും ഉയർപ്പിക്കും. പരിശുദ്ധ ആത്മാവിനോട് ചില പ്രോമിസുകൾ വാഗ്ദാനം ചെയ്യാൻ പറയുന്നു. നിന്റെ മേൽ തുറന്ന ജോലി തുറന്നു വരികയാണ്. നിന്റെ മേൽ തുറന്ന ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വരികയാണ്. നിന്റെ മേൽ തുറന്ന പ്രോമിസ് ലാൻഡുകൾ തുറന്നു വരികയാണ്. നിന്റെ മേൽ തുറന്ന സാമ്പത്തിക ഡോറുകൾ തുറന്നു വരികയാണ്. നിന്റെ മേൽ തുറന്ന രോഗസൗഖ്യത്തിന്റെ ശക്തിയുടെ ആത്മാവ് തുറന്നു വരികയാണ്. നിന്റെ മേൽ തുറന്ന ഗിഫ്റ്റുകൾ ഇന്ന് പകൽ തുറക്കുകയാണ്. പട്ടണത്തിൻ്റെ വാതിലുകൾ, ഗ്രാമപ്രദേശത്തിൻ്റെ വാതിലുകൾ, വീടുകളുടെ വാതിലുകൾ, ജാതികളുടെ കോട്ടകളുടെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഈ പകല് പ്രാർത്ഥിച്ചോണം. കർത്താവായിട്ടൊരു വഴി തുറന്നിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ ചെങ്കടൽ പോലെ വെല്ലുവിളിക്കുന്നതിൻ്റെ മുമ്പിൽ കർത്താവിന് മറുപടി നോ എന്നല്ല, മൂവ് ഫോർവേഡ് എന്നാ. യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. ചെങ്കടൽ പിറകോട്ട് വലിയും. നീ നിന്നെ തന്നെ ഒരുക്കിയാൽ മതി. ചെങ്കടൽ പിറകോട്ട് വലിയാനുള്ള കിഴക്കൻ കാറ്റ് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്, നിനക്ക് വിരോധമായി അടിച്ച ഏത് സൈക്ലോണാണോ, ഏത് കാറ്റാണോ, അതിനെ വലിക്കാൻ അറിയുന്ന ഒരു ദൈവശക്തി ഈ മണ്ഡലത്തിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ഒരുക്കുക. മോശയോടുള്ളത് അധികാരം കൈപിടിച്ചിട്ട് കരയാനല്ല. ഹല്ലേലൂയ. ചെങ്കടൽ നിന്റെ മുമ്പിൽ കരഞ്ഞോടുന്ന അധികാരത്തെ നിന്റെ കൈകളിലൂടെ വെളിപ്പെടുത്തുക. എന്നെ പരിശുദ്ധാത്മ ഒരുപാട് കാഴ്ചകൾ കാണിക്കുന്നു. ഒരുപാട് രോഗസൗഖ്യങ്ങൾ, ഒരുപാട് ഭൂതങ്ങൾ വിട്ടുപോകുന്ന ചില ഉണർവുകളുടെ മീറ്റിങ്ങുകൾ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഈ പകല് ഞാൻ അതിനെ പ്രസവിച്ചതിനകത്തിടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഈ നിമിഷം മുതൽ ഇവിടെ സംഭവിച്ചു തുടങ്ങട്ടെ. എല്ലാ ലിമിറ്റേഷൻസുകളെയും I break every limitations. ഇതിനകത്ത് നിൽക്കുന്ന വ്യക്തികൾ, അവരുടെ സമ്പത്ത്, ഭവനം, അവരുടെ ജോലി, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. പിടിക്കാൻ പറ്റുന്നവരൊക്കെ പിടിച്ചോണം. നിങ്ങൾക്ക് ഒരു ദിവസത്തെ വേതനം നിശ്ചയിക്കപ്പെട്ടതായിരിക്കാം.
ജോലി ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എഴുതി കുറിക്കപ്പെട്ട ഒരു ശമ്പള വ്യവസ്ഥയായിരുന്നാലും പക്ഷേ ഞാൻ ഇന്ന് പകൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അൺലിമിറ്റഡ് സോഴ്സിനകത്തേക്ക് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതിനെ ബ്രേക്ക് ചെയ്യുന്നു. നിനക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ വെളിപ്പെട്ട് തീർക്കുന്നു. കണ്ണ് തുറന്ന് നിന്റെ ഓപ്പർച്യൂണിറ്റികളെ കണ്ടോണം. കണ്ണ് തുറന്ന് നീ കണ്ടോണം. നീ നിന്നെ പിടിച്ചോണ്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. സക്സസ്ഫുൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസുകളെ പുറത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കും. സഭയോടുമായിട്ട് പറഞ്ഞു ചില പ്രോമിസ് ലാൻഡുകൾ തുറന്നു വന്നിരിക്കും. ഹല്ലേലൂയ. അതിനുള്ള ജാതി കോട്ടകളെ ദൈവം തുറന്നിട്ടിരിക്കുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നിന്നെ കുലുക്കുന്ന ദൈവത്തിന് അവരുടെ കുടുംബങ്ങളെയും പട്ടണങ്ങളെയും കുലുക്കാൻ അറിയാം. എൻ്റെ ചിന്തകളെ കർത്താവ് വീണ്ടും കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ ഇളകുമ്പോൾ വലിയ ഒരു ശക്തി കാറ്റുപോലെ ഇവരുടെ മേൽ വെളിപ്പെടുന്ന അല്ല, പിൻവലിയുന്ന വചനം പറയും. പിൻവലിയുന്നു. കാറ്റടിഞ്ഞപ്പോൾ ഓളം ഉണ്ടായെന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ പിൻവലിയുന്നു, രണ്ട് ദിശയിലേക്ക് പിൻവലിഞ്ഞപ്പോൾ തുറന്നത് ഒരു ഹൈവേ. കണ്ണടച്ച് കാണാൻ പറ്റുന്നവർ കണ്ടോണം. ഒരു കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഒരു ഹൈവേ തുറന്നു വരുന്നു. നിനക്കായി ഒരു പുതുവഴി ഈ പകൽ തുറക്കുവാണ്. ഇറ്റ്സ് ആൻ ആക്യുറേറ്റഡ് പ്രൊഫസി. നിന്റെ മേൽ ഈ പ്രൊഫസി കൃത്യമായി നിറവേറാൻ പോവുകയാണ്. നിന്റെ മേൽ ചെങ്കടൽ വകഞ്ഞു മാറ്റുന്നത് പോലെ നിന്റെ മുമ്പിൽ ഒരു വഴി തുറന്നു വന്നിരിക്കും. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ, വചനത്തിൻ്റെ വാളിൻ്റെ മുമ്പിൽ തുറന്ന എല്ലാ ഡിവൈൻ